ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു നല്ലൊരു വെറൈറ്റി ചേമ്പ് വെച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് എങ്ങനെയൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നും വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ അങ്ങനെ ചേമ്പെടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ വിശദമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നോരോന്നാക്കി പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇട്ട എല്ലാ വീഡിയോസും കയറി കാണുക. അതായത് ഞാൻ പരിയാരം ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ അവിടെ എത്തേണ്ടി വന്ന്, അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ കയറി കാണുക, എല്ലാവരും അഭിപ്രായം പറയുക, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അവിടുത്തെ സഹകരണവും സപ്പോർട്ടും ഒക്കെ ഞാൻ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ നല്ല 1 കിലോ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല കഴുകി വൃത്തിയാക്കി ഫ്രഷാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് വെക്കാം. ചേമ്പ് ഫസ്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ചേമ്പാണ് ഇത് സംഭവം. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി നമ്മൾ മുറിച്ചിട്ട് വെക്കണം. മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് 2-3 കഴുകിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ചെത്താനുണ്ടാവും. അതിനെ വൃത്തിയാക്കാനും കഴുകാനും ഒക്കെ പിന്നെ വീണ്ടും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഫസ്റ്റ് ചെത്തി കഴുകുന്ന സമയത്ത് നമുക്ക് ക്ലീനാക്കി കഴുകാൻ കഴിയില്ല. കാര്യം ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഒന്നുകൂടി ചെത്തി വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടി കഴുകേണ്ടതാണ്. ഫസ്റ്റിൽ നമുക്കിതൊന്ന് മുഴുവനായിട്ട് പോക്കാൻ വേണ്ടി പറ്റൂല. എന്തായാലും ആ അവസ്ഥയിൽ നമുക്കൊന്ന് ഇങ്ങനെ ചെത്തിയിട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടിയും ചെത്തേണ്ടതാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ. നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ ചുവന്നുള്ളി കുറച്ച് വേണം. പിന്നെന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും വേണ്ട. വെക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിന് നല്ല ഒരു മുറി തേങ്ങ, വിളയൽ കുറഞ്ഞ ഒരു മുറി തേങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്കിതിനെ വെന്ത് കഴിഞ്ഞാൽ ഇടിച്ചെടുക്കേണ്ടതാണ്. ഒരു പരുവത്തിലാക്കിയിട്ട് ഇടിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇടിച്ചതിന് ശേഷം നമ്മൾ നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് അതിന് ശേഷം ചെറിയ ചുവന്നുള്ളി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. അതിന് വേണ്ടിയാണ് ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഞാനിവിടെ അതിന് വേണ്ടി തയ്യാറാക്കിയതാണ് നമ്മളെ വിശേഷപ്പെട്ട കഞ്ഞിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേമ്പിനേക്കാൾ വിശേഷപ്പെട്ട നല്ല അടിപൊളി കഞ്ഞിയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിരുന്ന് കുടിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ളൊരു കഞ്ഞിയാണിത്. അത് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് മതിയാവില്ല എന്ന് തോന്നും. അപ്പം നമ്മൾ വീണ്ടും കുടിച്ചു പോകും. വയറ് പൊട്ടിപ്പോയാൽ നമുക്ക് കുടി നിർത്തണം എന്നുള്ള ഒരു വിചാരം ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് വെക്കുന്ന നേരിയരിയും ചെറുപയറും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പകുതി വെന്തതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ലാസ്റ്റ് ഘട്ടം നമ്മൾ 2-ാം പാലാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ലാസ്റ്റ് ഘട്ടം വെന്ത് കിടക്കുന്നുണ്ട് നന്നായിട്ട്. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പൊളിയായിട്ടുള്ള കഞ്ഞിയാണ്. ഇതുവരെയും ആരും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ നമ്മളെ ചേമ്പിട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ചേമ്പും നല്ല അടിപൊളി കഞ്ഞിയുമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലാസ്റ്റ് ഘട്ടം കാച്ചി വെച്ചിട്ടാണുള്ളത്. അതാന്ന് പറഞ്ഞാൽ കടുവും ചെറിയ ചുവന്നുള്ളിയും എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ചൂടോടുകൂടി നമുക്ക് കഞ്ഞിയും ചൂടോടുകൂടി ചേമ്പ് വെച്ചതും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കഞ്ഞിയും ഈ പറഞ്ഞ ചേമ്പും ഇതേ റെസിപ്പിയിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അതിനു മുമ്പേ എൻ്റെ വീഡിയോ ഇതുവരെ എല്ലാവരും കാണാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണുക. അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെയും കൂടി ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ എന്താണ് അതിൻ്റെ
അതിലെന്താണ് അപാകത പറ്റിയത് എന്ന് നോക്കി നമുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ റെസിപ്പിയും വെറൈറ്റി റെസിപ്പിയാണ്, നല്ല അടിപൊളിയായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും വ്യത്യസ്തമായിട്ട് കാണാം. ഓക്കെ, ബായ്.